ഹലോ നമസ്കാരം, എൻ്റെ പേര് ജിൻസി ജോയ്. ഞാൻ മദേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ മാനേജ്മെൻറ്റിലെ ഫാക്കൽറ്റിയാണ്. നമ്മൾ ഈ ചുറ്റുവട്ടം കണ്ടിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ ഡെഫായിട്ടാണ് ജനിക്കുന്നത്, കേൾവി കുറവായിട്ടാണ് ജനിക്കുന്നത്. ഈ കുട്ടികൾക്കൊന്നും കേൾവിക്കുറവുള്ള ഒരാൾക്ക് നമുക്കൊരിക്കലും സംസാരിക്കാൻ പറ്റത്തില്ല. ആ കുട്ടികൾ സംസാരിക്കുന്നത് എങ്ങനെയാണ്? സൈൻ ലാംഗ്വേജസിലൂടെയാണ് അവർ സംസാരിക്കുന്നത്, ജെസ്റ്റേഴ്സിലൂടെയാണ് ആ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ കുട്ടികളൊക്കെ കുറച്ച് വളർന്നു കഴിയുമ്പം, അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞു പ്രായത്തിൽ തന്നെ അവർ ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങും, കാരണം കേൾക്കാനായിട്ട്. ഈ ഹിയറിംഗ് എയ്ഡ്സ് വെച്ചാലും ചില കുട്ടികൾ നന്നായിട്ട് സംസാരിക്കണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് നമ്മൾ തെറാപ്പീസ് കൊടുക്കും. ഓഡിയോ തെറാപ്പീസും സ്പീച്ച് തെറാപ്പീസും ലേണിംഗ് തെറാപ്പീസും എല്ലാം കൊടുക്കും. നമ്മളുടെ മദേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ആൻഡ് മാനേജ്മെൻറ്റിലും 20ഓളം പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. അതിലൊരു കോഴ്സാണ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലേണിംഗ് തെറാപ്പി. ഈ കോഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹിയറിംഗ്, കേൾവി കുറവുള്ളവർക്ക് അല്ലെങ്കിൽ സംസാരശേഷി ഇല്ലാത്ത കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്നത്. അവർ തെറാപ്പി ചെയ്ത് നമ്മൾ അവരെ കൊണ്ട് സംസാരിക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സാണിത്. ഇത് ഇപ്പോൾ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ആയാലും, സ്ട്രോക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു വർഷം തളർന്നു പോകുന്ന പേഷ്യൻസ് ആണ്. അവർക്ക് പിന്നെ നാവ് കുഴച്ചിൽ, അവർക്ക് നന്നായി സംസാരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവരെയും നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ സ്പീച്ചിൻ്റെ പല എക്സസൈസസ് ഉണ്ട്, പല യോഗാസ് ഉണ്ട്, പല രീതിയിൽ അവർക്ക് വേർഡ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഒരു കുഞ്ഞു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ ആ പേഷ്യൻസിന് നമ്മൾ നല്ലപോലെ സ്പീച്ച് അവരെ നമ്മൾ ഓർഡെയിൻ ചെയ്താണ് നമ്മൾ അവരുടെ പിന്നീടുള്ള സംസാരശേഷി തിരികെ കൊണ്ടുവരുന്നത്. ഈ സ്പീച്ച് തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കോഴ്സായിട്ട് പഠിക്കാം. ഒന്നാണ് ഡിപ്ലോമ, രണ്ടാമത്തെയാണ് ബാച്ചിലേഴ്സ് ഡിഗ്രി. ഈ ഡിപ്ലോമ നമ്മൾ പഠിക്കുമ്പം നമുക്ക് 10th അല്ലെങ്കിൽ +2 ഏത് സ്ട്രീം എടുത്തവർക്കും നമുക്ക് ഈ ഡിപ്ലോമ കോഴ്സ് പഠിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിദഗ്ധപരമായിട്ട് നമുക്ക് പഠിക്കണം, കുറച്ചും കൂടി ഡെവലപ്മെൻറ്റിലായിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി എടുക്കാം. ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി 3 അല്ലെങ്കിൽ 4 വർഷമാണുള്ളത്. 3.5 years തിയറി സ്റ്റഡീസും 6 months പ്രാക്ടിക്കൽസുമാണ് നമ്മൾക്ക് ഇതിലൂടെ ഉള്ളത്. ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് വരുന്ന പേഷ്യൻസിനെ കേൾവിയിൽ, അവർക്ക് ചിലർ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അവർക്ക് കേൾവിയുടെ ലെവൽ എത്രത്തോളം ഉണ്ടോ നമ്മൾ അവരെ അസിസ്റ്റ് ചെയ്യും. സംസാരിക്കാൻ വലിയ കഴിവ് കാണത്തില്ല, അപ്പോൾ അവരെ കൊണ്ട് സംസാരിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യിപ്പിക്കും. അപ്പം നമുക്ക് അവരുടെ പ്യുവർ ഫോമിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പോലും മാക്സിമം ഒരു നല്ല രീതിയിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലും, അവർക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി അതിനെ തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്താക്കുന്നുണ്ട്. ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾക്ക് എവിടെ വേണേലും നമ്മൾക്കിതിൽ വർക്ക് ചെയ്യാം. നമുക്ക് വിദേശത്തായാലും സ്വദേശത്തായാലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്കിതിൽ ഉണ്ട്. നല്ല സാലറി പാക്കേജിലാണ് നമുക്കിതിൽ ജോബും ചെയ്യാൻ പറ്റും. കൂടുതൽ നമുക്കിതിന് സ്കോപ്പ് ഉള്ളത് ഹോസ്പിറ്റൽസിലാണ്. ഈ ഹോസ്പിറ്റൽസിനകത്ത് നമ്മളുടെ വെജിറ്റേറ്റീവ് പേഷ്യൻസിനാണ് കൂടുതൽ നമ്മൾ ഈ തെറാപ്പീസ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതൊരു ഗൈഡഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ ഒരു പ്രാക്ടീഷണറിൻ്റെ കെയറിലാണ് നമ്മൾ ഈ സ്പീച്ച് തെറാപ്പീസ് എല്ലാം കൊടുക്കുന്നതും. അവരുടെ ഒരു പ്രിസ്ക്രിപ്ഷൻസിലൂടെയാണ് നമ്മൾ ഈ സ്പീച്ച് തെറാപ്പീസ് നമ്മൾ കൊടുക്കുന്നതും. ഇതിൻ്റെ സിലബസിനകത്ത് വരുന്നതാണ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ വരാൻ കാരണം നമ്മൾ ബേസിക് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനകത്ത് ഇടപെടുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി പഠിക്കണം. ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ബോഡിയിൽ, ഈ കോഴ്സിൻ്റെ പേരാണ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലേണിംഗ് തെറാപ്പി എന്നാണ് ഈ കോഴ്സിൻ്റെ പേരും. അപ്പം ഓഡിയോളജി എന്ന് വെച്ചാൽ നമ്മൾ കാതുകളുമായിട്ട് ചെവിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ഈ ചെവിയുടെ കാര്യം പഠിക്കണമെങ്കിൽ നമ്മൾ അനാറ്റമി നമ്മൾ പഠിക്കണം. അപ്പോൾ കംപ്ലീറ്റ് അനാറ്റമി ഫിസിയോളജി നമ്മൾ പഠിക്കണം, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനും പഠിക്കണം. ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കി വർക്ക് ചെയ്യാം. നമ്മളൊരു കോഴ്സ് കംപ്ലീഷനൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങുമ്പം, നമ്മളിതിലെ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പം നമ്മളെ പറയുന്ന പേരാണ്, നമ്മൾക്കൊരു പദവിയാണത്. ആ പദവിയുടെ പേരാണ് ഓഡിയോളജിസ്റ്റ് എന്നാണ് ആ പദവിയുടെ പേര്. നമ്മൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ നമ്മളെ പിന്നെ അറിയപ്പെടുന്നത് ഒരു ഓഡിയോളജിസ്റ്റ് എന്ന പേരിലായിരിക്കും.